ആദ്യം തന്നെ മാതാവിനോട് ഒരു നന്ദി പറയുവാണ്. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അമ്മ മാതാവ് ചേർത്ത് പിടിക്കുകയും അതുപോലെ തന്നെ ഈ ചാനലിലെ പ്രാർത്ഥനകളിലെല്ലാം അമ്മ മാതാവിന് പ്രത്യേക ഇടപെടലുണ്ടാവുകയും ചെയ്യുന്നതിന് ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ മക്കളിലേക്ക് എത്തിയിരിക്കുന്നത് അമ്മ മാതാവ് നിങ്ങളുടെ മക്കളെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ അനേകം മക്കളാണ് അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായിട്ട് തീർന്നിരിക്കുന്നത്. നിങ്ങൾ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ നിങ്ങൾ അതിഭക്തിയോടുകൂടി തന്നെ പങ്കുചേരുക. ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴാണ്, ആ ലൈവിൽ പങ്കെടുക്കുമ്പോഴാണ് നിങ്ങൾ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായിട്ട് പൂർണ്ണമായിട്ടും തീരുന്നത്. അങ്ങനെ അനേകം മക്കളാണ് അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായിട്ട് തീർന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മ മാതാവ് ആ മക്കളെ വിടുവിച്ചുകൊണ്ട് എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ആ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം അറിയുന്നതുകൊണ്ട് ഇപ്പോൾ നല്ല ജീവിത രീതിയിലൂടെ ആ മക്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന എത്തിയിരിക്കുന്ന മക്കളെല്ലാവരും തന്നെ ഈ പ്രാർത്ഥനയിൽ പൂർണ്ണമായിട്ട് പങ്കെടുത്തുകൊണ്ട് അമ്മ മാതാവ് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഇന്നത്തെ ലൈവിൽ നിങ്ങൾ പങ്കെടുക്കുക. അമ്മ മാതാവിൻ്റെ ഇടപെടൽ അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയതാണ്. സ്വന്തം മക്കളായി തീരുമ്പോൾ എല്ലാ തലത്തിലും അമ്മ മാതാവ് സംരക്ഷിക്കുമെന്നും എല്ലാ തലത്തിലും അമ്മ മാതാവ് ഉയർത്തുമെന്നും അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അത് അമ്മ മാതാവ് നടത്തുക തന്നെ ചെയ്യുന്നുമുണ്ട്. അനേകം മക്കളാണ് അതുപോലെ തന്നെ അമ്മ മാതാവിൻ്റെ മക്കളായി സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് ഈ ചാനലിലൂടെ അമ്മ മാതാവിലൂടെ ഉന്നത വിജയങ്ങൾ കൈവരിച്ചിരിക്കുന്നത്. അമ്മ മാതാവിനോട് കൂടെ ചേർന്ന് നിൽക്കാം. ഈ പ്രാർത്ഥന അമ്മയിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തിയ ഈ പ്രാർത്ഥന എല്ലാ മക്കളും അതിഭക്തിയോട് കൂടെ തന്നെ പങ്കുചേരും. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ അമ്മ മാതാവ് സംരക്ഷിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ അമ്മ മാതാവ് രക്ഷിക്കണമേ. ഈ മക്കളുടെ എല്ലാ സാമ്പത്തിക തലങ്ങളിലും അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കണമേ. ആദ്യം തന്നെ അമ്മ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് സ്വന്തം മക്കളായി മാറ്റിയതിനെ ഓർത്തിനാൻ വേണ്ടി നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവേ, ഈ ചാനലിലെ പ്രാർത്ഥനകൾക്കെല്ലാം കമൻറ്റായിട്ടിടുന്ന മക്കളുടെ പ്രാർത്ഥനകൾ ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. ആ മക്കളുടെ പ്രാർത്ഥനയിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ അമ്മ മാതാവ് ഈ ചാനലിലെ പ്രാർത്ഥനകൾ മറ്റു മക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും മറ്റു മക്കളെ കൂടെ ലൈവിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്ന മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അവരെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അമ്മ മാതാവ് എടുത്ത് നീക്കിക്കൊണ്ട് അമ്മ മാതാവ് അവരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണ വലയം ആ മക്കൾക്ക് ചുറ്റും അമ്മ മാതാവ് ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, സാമ്പത്തികപരമായിട്ടുള്ള തകർച്ചകളിലൂടെ കടന്നു പോകുന്ന മക്കൾ എന്ത് ചെയ്തിട്ടും ഒരു രീതിയിലുള്ള ഗ്രോത്തും ഇല്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ആ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക കാര്യത്തിൽ ആ മക്കളുടെ കാര്യത്തിലുണ്ടാകുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മേ മാതാവേ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവ്, അവരുടെ കടബാധ്യത പൂർണ്ണമായിട്ട് മാറുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ. ആ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ആ മക്കളുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന മക്കളെ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുണ്ടെങ്കിലും അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവിനോട് ഒരുപാട് നന്ദി പറയുവാണ്. കാരണം അനേകം മക്കളാണ് അമ്മ മാതാവിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ലൈവിൽ പങ്കുചേരുന്നത്. അവരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ അമ്മ മാതാവേ, ജപ്തിവക്കിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിലും അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ആ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പോലും അമ്മ മാതാവ് ഈ മക്കളെല്ലാവരെയും കാണിച്ചു തന്നുകൊണ്ട് ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് എത്ര കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുമെന്നും ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുമെന്നും എനിക്ക് ഉറപ്പാണ്. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മ മാതാവേ, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി അവർക്ക് ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അവർ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അവിടെ അവർക്ക് ഒരു പ്രശ്നവും കൂടാതെ അവർക്ക് നല്ല സന്തോഷത്തോടെ സമാധാനത്തോടു കൂടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം അമ്മ മാതാവ് അവർക്ക് നൽകണമേ. അതുപോലെ തന്നെ നേഴ്സുമാരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കളെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മ മാതാവ്, അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ മക്കൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവ്, ഇൻ്റർവ്യൂവിന് വേണ്ടി പങ്കെടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കളും വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കളും എക്സാം എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ, ഈ മക്കളെല്ലാവരെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഈ മക്കളുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടായിക്കൊണ്ട് ഈ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടായിക്കൊണ്ട് ഈ മക്കൾക്ക് പൂർണ്ണ വിജയം കൈവരിക്കുവാൻ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക കാര്യത്തിൽ മക്കളുടെ കാര്യത്തിലുണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ്, അതുപോലെ തന്നെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ രോഗാവസ്ഥ പൂർണ്ണമായിട്ടും എടുത്ത് നീക്കിക്കൊണ്ട് ഏത് സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങളിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. ജന്മന ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടായിക്കൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ.
അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ മക്കളുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, കുടുംബത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. സമാധാനമില്ലായ്മ, സന്തോഷമില്ലായ്മ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ്, ഈ മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഭവനത്തിൽ സന്തോഷം സമാധാനം നിറയ്ക്കണമേ. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഭവനമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിന് പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളിൽ നിന്ന് ഏതെങ്കിലും മറ്റാൾക്കാർ തട്ടിപ്പിലൂടെയോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇവർ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും ഇവരിലേക്ക് തിരിച്ചു ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഈ മക്കളുടെ പ്രത്യേക ഇടപെടൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് അതിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം അമ്മ മാതാവ് അനേകം അത്ഭുതം കൂടെ നടത്തുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവേ, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് എത്തുകയാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുക. അമ്മ മാതാവേ, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്മ മാതാവ് ഈ മക്കളുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടൽ നടത്തുന്നതിന് ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ ആവശ്യം അമ്മ മാതാവ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മക്കളെ അമ്മ മാതാവ് സമ്പന്നത്തിലേക്ക് ഉയർത്തണമേ. ഈ മക്കളെ അമ്മ മാതാവ് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ നഷ്ടങ്ങളിൽ നിന്നും അമ്മ മാതാവ് ഇവരെ നികത്തിക്കൊണ്ട് ഇവരെ അമ്മ മാതാവ് സാമ്പത്തികപരമായിട്ട് ഉയർത്തിക്കൊണ്ട് ഈ മക്കൾ ജീവിക്കുന്ന സ്ഥലത്ത്, ഈ മക്കൾ താമസിക്കുന്ന സ്ഥലത്ത്, ഇല്ലെങ്കിൽ ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത രീതി ഈ മക്കൾക്ക് അമ്മ മാതാവ് നൽകണമേ. ഈ മക്കളെ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരാൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ ശക്തമായ കരങ്ങളാൽ ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ മാതാവ് മക്കളെ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവിന് പ്രത്യേക സംരക്ഷണമല്ലേ ഈ മക്കൾക്ക് ചുറ്റും അമ്മ മാതാവ് ഒരുക്കണമേ. ഈ മക്കൾക്കൊരു അപകടവും കൂടാതെ അമ്മ മാതാവ് എപ്പോഴും കാത്തുകൊള്ളണമേ. ഈ മക്കൾക്കൊരു അസുഖവും പിടിക്കാതെ അമ്മ മാതാവ് ഈ മക്കളെ കാത്തുകൊള്ളണമേ. ഈ മക്കളെ ഒരു ആപത്തിലൂടെയും കടത്തിക്കൊണ്ട് പോകാതെ അമ്മ മാതാവ് ഈ മക്കളെ കാത്തുകൊള്ളണമേ. ഒരു പൈശാചി ബന്ധനങ്ങളിലൂടെയും കടന്നു പോകാതെ ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിലുണ്ടാകുന്നതിന് ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ തരത്തിലും അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ മക്കൾ തീർച്ചയായിട്ടും ലൈവിൽ പങ്കെടുത്തുകൊണ്ട് അമ്മയിലേക്ക് പൂർണ്ണമായിട്ടും ചേർന്ന് നിൽക്കും. അമ്മ മാതാവ് ഈ മക്കളെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഭവനത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, ലഹരിയുടെ ഏതെങ്കിലും ഉപയോഗങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഈ പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്നുണ്ട്. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചികപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ പ്രാർത്ഥനയിലൂടെ ഉണ്ടായിക്കൊണ്ട് അത് അമ്മ മാതാവ് എടുത്ത് നീക്കുന്നതാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക കാര്യത്തിലും സംരക്ഷണം ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള അനേകം അത്ഭുതങ്ങൾ അമ്മ മാതാവ് നടത്തുന്നുണ്ട്. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുക. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന മറ്റു മക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അമ്മ മാതാവിനെ കൂടുതലായിട്ട് മറ്റു മക്കളിലേക്ക് എത്തിക്കുക. അമ്മ മാതാവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അമ്മ മാതാവിനെ മറ്റു മക്കളിലേക്ക് എത്തിക്കുന്നതിന് കാരണമായി തീരുക എന്നുള്ളത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രത്യേക ഇടപെടൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകുന്നതാണ്. അമ്മ മാതാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു.